എല്ലാ കൂട്ടുകാർക്കും സൈഗസ് വിഷന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വേറെ നമ്മൾ വെള്ളല്ലൂര് വേടനെ കാണാൻ പോകും. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മളിപ്പം കുറേ ദിവസം കൊണ്ടേ കാണുന്നു വേടൻ വരുന്നു നമ്മുടെ വെള്ളല്ലൂർ. അപ്പോൾ ഈ വെള്ളല്ലൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിളിമാനൂരാണ് കേട്ടോ, നമ്മൾ മുമ്പ് താമസിച്ചിരുന്ന. അപ്പം നമുക്ക് ഇത്ര അടുത്തല്ലേ. അപ്പോൾ മീനക്കുട്ടി കുറേ ദിവസം കൊണ്ടേ പറയുന്നത് വേടനൊന്നും കാണണം. അപ്പം നമ്മളൊന്ന് പോകാമെന്ന് പറഞ്ഞ് റെഡിയായി ഇറങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ കാഴ്ചകൾ അവിടെ പോയിട്ട് നമുക്ക് കാണാമേ. പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ പറയാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മളിപ്പോൾ കാരേറ്റ് എത്തിയിട്ടുണ്ട്. കാരറ്റ് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പുളിമാത്ത് ആ ഏരിയയിലോട്ടാണ്. നമ്മൾ ആ പോകുന്ന വഴിക്ക് പുളിമാത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടതാണ്. ഇത് നമ്മൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. നമ്മുടെ വഴിയോരക്കടയുടെ ഒരു പുതിയൊരു കെട്ടിടമാണ് കേട്ടോ. ഇടത് സൈഡിലായിട്ട് കാണുന്നുണ്ട്. കിളിമാനോട്ട് പോകുമ്പോൾ ഇടത് സൈഡ്. നമ്മൾ പിന്നെ മുൻപോട്ട് നമുക്ക് പോകണമല്ലോ. അപ്പോൾ അത് നല്ല തിരക്ക്, റോഡിന് നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ കിളിമാനൂർ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മളവിടെ ഒന്ന് ഒതുക്കിയപ്പോഴത്തേക്ക് നമ്മൾ കണ്ടല്ലോ ഈ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ വണ്ടികൾ തിരക്ക്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇവിടെ എത്തിയിട്ടുണ്ട്. എവിടെയാണ്? ഇവിടെ പുതിയകാവ് ജംഗ്ഷൻ അമ്പലത്തിൻ്റെ അവിടെയാണ് നമ്മൾ എത്തിയത്. നമ്മൾ ഈ കാണിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ തിരക്ക് കണ്ടല്ലോ, റോഡിൽ വണ്ടി പോകുന്നതിൻ്റെ ആ തിരക്ക് അത് കണ്ടു. നമ്മൾ നേരെ വരുന്ന വഴിക്ക് നമ്മൾ ഏകദേശം ഒരു എവിടെയാണ് ചെങ്കിക്കുന്ന് എത്തിയ സമയത്തേ ഇതേപോലെ തിരക്ക് ഉണ്ട് കേട്ടോ അവിടെ. കൂട്ടുകാരെ, ഇത് കണ്ടപ്പോൾ തന്നെ നമ്മൾ പേടിച്ച് നിൽക്കുക. ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ, അവിടെ പോയി എന്താണ് അവസ്ഥ എന്നുള്ള അറിയത്തില്ല. നമ്മളങ്ങനെ മുൻവശത്തോട്ട് തന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വണ്ടിയെ ഒതുക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയ സ്ഥലം വളരെ ദൂരെയാണ് കേട്ടോ. ഏകദേശം ഇനി ഇവിടെ നിന്ന് നടക്കാൻ വേണ്ടി ഏകദേശം 2.5 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യട്ടെന്ന് അറിഞ്ഞൂടാത്ത രീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളോട് ഒരാൾ ഒരു കാര്യം പറയുണ്ടായി. നമ്മളവിടെ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് ഒരാൾ പറഞ്ഞു ഇവിടെ ഒരു മരണം നടന്നു. അപ്പോൾ ആ മരണമെന്ന് പറഞ്ഞാൽ ഞങ്ങളിതാ ഈ ഫോട്ടോയിൽ കാണിക്കാം. ഈ ഫോട്ടോയിൽ കാണുന്ന ലിജു ഗോപിനാഥ് എന്ന് പറയുന്ന ആറ്റിങ്ങിലുള്ള ഈ ചേട്ടൻ മരണപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ വേടൻ്റെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്പ്ലേ സെറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഷോക്കേറ്റ് മരണപ്പെട്ടു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയാണ് പുറത്തറിഞ്ഞത്. അപ്പോൾ നമ്മളിതിപ്പോൾ ഒരാൾ പറഞ്ഞറിഞ്ഞതാണ്. എന്നാലും പ്രോഗ്രാം ഇതുവരെ ക്യാൻസൽ ചെയ്തതായിട്ട് അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മുൻപോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പിന്നെയും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വണ്ടിയും കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് എവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് വാഹനവുമായി തന്നെ പോകുന്നത് കേട്ടോ. ഇത്രയും ദൂരെ എന്ന് പറഞ്ഞാൽ ഏകദേശം ചെങ്കിക്കുന്നിൽ നിന്നും നമ്മുടെ ചെങ്കിക്കുന്ന് എത്തുന്നതിന് മുമ്പ് നമ്മുടെ പുതിയാവ് കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തൊട്ട് ബ്ലോക്ക് തുടങ്ങിയതാണ്. പിന്നെ കാറുകൾ 2 സൈഡും കിടക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ നമ്മളിപ്പോൾ പുതിയാവ് കഴിഞ്ഞ് ചെങ്കിക്കുന്ന് കഴിഞ്ഞ് ചെമ്പരത്തിമുക്ക് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നും ഒതുക്കാനുള്ള തയ്യാറായിട്ടുള്ളൊരു സൈഡിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എവിടെയെങ്കിലും വാക്ക് കിട്ടണമെങ്കിലോ എന്നുള്ള പറഞ്ഞാണ് ഞാൻ ഈ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വാഹനം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തിരക്കാണുള്ളത്. അതെല്ലാം കഴിഞ്ഞു നമ്മളിതാ നേരെ ഒരിടത്ത് വണ്ടി ഒതുക്കി കേട്ടോ. വണ്ടി ഒരിടത്ത് സ്ഥലത്ത് ഒതുക്കാൻ കിട്ടി. അപ്പോൾ അതിനുശേഷം നമുക്കിതാ ഇനി പോവേണ്ടതാ ഇതിലേക്കൂടെ. നമുക്കിതാ ഇവിടെ ഒതുക്കാനുള്ള സ്ഥലം സൈഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ വന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് നമുക്കിനി കയറി പോവേണ്ടത്. വാഹനങ്ങളൊന്നും കയറി വിടത്തില്ല. അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടെ കയറാൻ വിചാരിച്ചു. ഇവിടെ ഇറങ്ങി അവിടെ ഭാഗിച്ച് ഇവിടെ ഇറക്കിയിട്ട് വാഹനം ഒതുക്കാനുള്ള തയ്യാറെടുപ്പിൽ കൊണ്ടുപോകാനാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്നപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് നടന്നു പോകണം. ഇനി ഏകദേശം ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററോളം ഇനി നടക്കാനുണ്ട് ഇവിടെ നിന്നും. അപ്പോഴേ നമ്മളിത് വാഹനമെല്ലാം പാർക്ക് ചെയ്തതിന് ശേഷമാണ് തിരിച്ച് നടന്ന് നമ്മളിവിടെ എത്തിയത് കേട്ടോ. ഭാഗ്യവശാൽ നമുക്ക് ഇവിടെ വെച്ച് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിനെ നമ്മൾ കാണാനിടയായി. അപ്പോഴും അറിഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് ഇനി അങ്ങോട്ട് പോകണ്ട, മുൻവശത്തോട്ട് പോയിട്ട് കാര്യമില്ല, ഒരു സേഫ്റ്റിയും ഇല്ല എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത് കേട്ടോ. പിന്നെ നമ്മളവിടെ അങ്ങോട്ട് പോകാൻ തയ്യാറായില്ല. നമ്മൾ നേരെ തിരിച്ച് പുറപ്പെടുകയാണ് ചെയ്തത്. കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ നമ്മുടെ വേടനെ കാണാൻ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് എന്ന് പറഞ്ഞാൽ വേടനെ കാണാൻ പോയി, നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിറങ്ങി ഇത്തിരി ഇങ്ങോട്ട് മാറിയപ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞ കാര്യം എന്തെന്ന് വെച്ചാൽ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ.
അപ്പോൾ പിന്നെ നമ്മളിവിടെ നിന്നിട്ടും കാണാമെന്നുള്ളതിൽ നമ്മൾ തിരിച്ചു പോരും. ഞാൻ പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇവരിവിടെ ആക്കിയിട്ട് സേഫ്റ്റി ആയിട്ട് ആക്കിയിട്ട് ഞാനൊന്ന് പോവാം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു എന്നുള്ളത് അറിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു തട്ടുകടയിൽ കയറി കേട്ടോ. നമ്മുടെ എവിടെയാണ്, കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ളൊരു തട്ടുകടയാണ്. നമ്മളവിടെ ഒരു മീൻ ഇതുണ്ട്, ഹോൾസെയിൽ ഒരു മാർക്കറ്റുണ്ട്, അതിൻ്റെ അടുത്തായിട്ടുള്ളൊരു തട്ടുകട. അപ്പോൾ ഇടിയപ്പവും ചിക്കനുമാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. സൂപ്പർ, അവർ വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് വരുന്നതാണ് ഇടിയപ്പവും ചിക്കനും. നമ്മൾ നേരെ അതും ഓർഡർ ചെയ്തു. നമ്മൾ 3 പേരും കഴിച്ചായിരുന്നു. നമ്മൾ ഒരു ചിക്കൻ കറിയും വാങ്ങിച്ചു. 200 രൂപയാണ് കേട്ടോ അത്. നമ്മൾ നേരെ നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു, സൂപ്പർ ഫുഡ് തന്നെയായിരുന്നു. ഒരു ചായയും നമ്മളവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വേടനെയോ കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും വന്ന വഴിക്ക് അതെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചത്. അത് കഴിക്കാൻ കയറി, പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഒരു അവസരത്തിൽ നമുക്ക് വേടനെ കാണാൻ കഴിയുമായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ ഒരു ചായയും കൂടെയൊക്കെ വാങ്ങിച്ച് കുടിച്ച് നേരെ ആഹാരമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പുറപ്പെടാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മളങ്ങനെ നേരെ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ യാത്ര, നമ്മുടെ തിരിച്ച് വീട്ടിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിച്ചു കേട്ടോ. നേരെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാമായ നമ്മൾ സ്ഥിരം നേരത്തെ മുൻപ് പൊയ്ക്കൊണ്ടിരുന്ന നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം ഉണ്ടായിരിക്കുന്ന ഒരു പള്ളിയുണ്ട്, നമ്മുടെ സെൻറ്റ് ജോസഫ് ചർച്ച് വാമനാപുരം. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി കേട്ടോ. അവിടെ ഇറങ്ങി മാതാവിൻ്റെ അടുത്ത് നമ്മൾ നമ്മളെന്തായാലും വന്നതല്ലേ, അപ്പോൾ മാതാവിൻ്റെ അടുത്ത് നമ്മളൊന്ന് പ്രാർത്ഥിച്ചിരിക്കാൻ. കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ നിരാശരായി ഇപ്പം നമ്മൾ എത്തി നമ്മുടെ പഴയ സ്ഥലമായ വാമനാപുരം പള്ളിയുടെ കുരിശടിയിലാണ് കേട്ടോ. കുറേ നാളായില്ലേ, എന്തായാലും ഇങ്ങോട്ടൊക്കെ വന്നേല്ലേ. അപ്പം പിന്നെ നമ്മുടെ കുരിശടിയിൽ ഇറങ്ങാതെ പോകുന്നത് എങ്ങനെ അല്ലേ? നമ്മളെങ്ങനെ കുരിശടിയിൽ ഇറങ്ങാതെ പോകുന്നതല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ വിഷമങ്ങളെല്ലാം നമ്മൾ എപ്പോഴും പറയുന്നത് ഇവിടെയാണ്. നമ്മൾ ഇന്നിപ്പോൾ ഞാൻ നമ്മൾ വിചാരിച്ചത് ഏതാ, ഓള് വേടൻ്റെ കേസൊക്കെ പറയുമായിരുന്നു. ഇദ്ദേഹവും വേടൻ കണ്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയുമായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത്രയും ഫേമസ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും വളരെ പച്ചയായിട്ട് സംസാരിക്കുന്ന നമ്മുടെ വേടനെ ഒന്ന് കാണാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിയത് കേട്ടോ. പക്ഷേ പൊളിഞ്ഞു പോയി ഗെയ്സ്, നടന്നില്ല, പണി പാടി ഗെയ്സ്. അപ്പോഴെന്തായാലും നമ്മൾ പോയി പണി പാടി നമ്മളിതാ തിരിച്ചിറങ്ങി. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വേടനെ എവിടെയെങ്കിലും വെച്ച് കാണും, വേടനെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണും. പിന്നെ ആരും നമ്മളോട് പിണങ്ങരുത്, നമുക്ക് വേടനെ കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മൾ അവിടെ വന്ന തിരക്ക് അത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തേക്ക് വിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.